ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്നാന്നറിയാവോ? സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. നമ്മൾ ഇനിയിപ്പോൾ അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്യാത്തത്. ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അതല്ലാത്ത ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. അതിനകത്ത് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ആണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, പിന്നെ കുറച്ച് സവാള, പിന്നെ ഇച്ചിരി ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു ഇച്ചിരി ക്യാബേജ്, പിന്നെ ഇച്ചിരി പച്ചമുളക്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളിത്തണ്ട്. പിന്നെ വേണ്ടിയതാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും ഇല്ലാത്ത ഒരു സാധനമാണ്. ഏതാണോ? സെഷ്വാൻ സോസ്. ഇത് ശരിക്കും നമുക്ക് ഉണ്ടാക്കാൻ നോക്കും, പക്ഷേ ഏത് സമയത്തും നമ്മൾ ഈ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുമല്ലേ, അന്നേരം ഇടയ്ക്കൊന്ന് പുറത്തു നിന്നൊരു സെഷ്വാൻ സോസ് വാങ്ങിച്ചുണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടിയത് ബാസ്മതി റൈസാണ് വേണ്ടേ. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്, ഇച്ചിരി വിനീഗർ, പിന്നെ അതിന് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് ഏറ്റവും എളുപ്പമായിട്ടോ. അതൊന്നുമില്ല, ഇതെല്ലാം കൂടെ ഒന്ന് ഒരു സെഷ്വാൻ നാമ്പത്തേക്ക് അതിന് എന്നാ പറയുക, വെജിറ്റബിൾസിന് ഒരു വേവും വേണം, എന്നാൽ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടെ വേണം. മൊത്തം അങ്ങ് വെന്ത് കുഴഞ്ഞു പോലെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആ ഉള്ളിയൊക്കെ ആന്നേലും വെളുത്തുള്ളി ആന്നേലും എല്ലാം മാക്സിമം എത്ര തിന്നായിട്ട് അരിയാൻ നോക്കുമോ അത്രയും തിന്നായിട്ട് അരിയുക. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ക്യൂബ്സായിട്ട് അരിയുവാണെങ്കിൽ ഏറ്റവും കുഞ്ഞായിട്ട്, അതായത് നമ്മൾ ഹൈ ഫ്ലെയിമേൽ ഒന്ന് ടോസ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര കുഞ്ഞായിട്ട് അരിയാമോ അത്രയും നല്ലതാ. ഇപ്പം ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ നമ്മുടെ പാനിലോട്ട് ഒഴിക്കാം. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനെ എല്ലാം നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി, അതായത് നമ്മൾ എത്രയാ ചോറ് ചേർക്കുന്ന, എത്ര വെജിറ്റബിൾസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്, ഇതെല്ലാം നോക്കിയേച്ച് വേണം വെളുത്തുള്ളിയുടെ അളവ് നോക്കാൻ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഞാനൊരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ഇടുവേ. ഇതിനെല്ലാം ഒത്തിരി അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും മൂക്കുകയോ ഒന്നും വേണ്ട. പക്ഷേ എന്നാന്ന് പറയുക, എല്ലാത്തിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറുകയും വേണം. ഇതിനകത്തോട്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇപ്പം സവാളയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അഥവാ ക്യാരറ്റ് എന്നൊരു സാധനം നമ്മൾ ഇച്ചിരി ഒന്ന് സ്ക്വയർ പീസസ് ആയിട്ട് ഇച്ചിരി കട്ടിയായിട്ട് അരിയുവാന്നു എങ്കിൽ ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും ക്യാരറ്റ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വേവ് കിട്ടുകയില്ല, പച്ചയ്ക്ക് തന്നെ കിടക്കുവേ. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് ഏറ്റവും കുഞ്ഞായിട്ട് ഏറ്റവും തിന്നായിട്ട് അരിഞ്ഞേക്കുന്നത്, ഈ ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞേക്കുന്നത്. ജൂലിയൻസ് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഏറ്റവും തിന്നാക്കി സ്ട്രെയിറ്റ് ആയിട്ട് അരിയുക, അതായത് തീപ്പെട്ടിക്കൊള്ളിയെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുത്. ഞാനിപ്പം ക്യാരറ്റ് അങ്ങനെ അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഉള്ളിയുടെ കൂട്ടത്തിൽ അങ്ങനെ ഇടുന്നില്ല. ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോടെ ഇനി ഞാൻ ക്യാരറ്റ് ഇടാൻ പോവാം. ക്യാപ്സിക്കത്തിനും ഒരുപാട് വേവില്ല, അതൊന്ന് ഇച്ചിരി ആവി ഏറിയേച്ചാൽ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് വേവും. പിന്നെ ആണെങ്കിൽ തന്നെയും ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഇതിനകത്ത് കിടന്നേച്ച് ഒന്ന് കടിക്കണം. അതായത് ആ ക്യാപ്സിക്കം നമ്മൾ പച്ചയ്ക്ക് തിന്നുമ്പോഴത്തേനും ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്ത് ഇറങ്ങണം. അതുകൊണ്ട് ക്യാപ്സിക്കം ആദ്യം ഇടരുത്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഈ സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിം ആയിരിക്കണം. കുഞ്ഞ് ഫ്ലെയിമേലായി കഴിഞ്ഞാൽ ഉള്ളതുണ്ടല്ലോ, നമ്മൾ ഈ ചേർക്കുന്ന പച്ചക്കറിയൊക്കെ അങ്ങ് വെന്തേച്ച് ഇങ്ങനെ എന്നാ പറയുക, ഒരു കുഴഞ്ഞ പോലെ ആയിപ്പോവും. അത് വേണ്ട. എപ്പോഴും മറ്റേ ചൈനീസ് വോക്കിലൊക്കെ വലിയ ചീനച്ചട്ടിയില്ലേ, ചൈനയിൽ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്ന വലിയ ചീനച്ചട്ടിയില്ലയോ, ആ ചീനച്ചട്ടിക്കകത്താന്നു ശരിക്കും ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ വലിയ ഫ്ലെയിമൊക്കെ വരുവല്ലേ, അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് വരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും അത് ഒക്കെയല്ലോ. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്, ഉള്ള ഹൈ ഫ്ലെയിമിൽ വേണം ഇതോ ചെയ്യാനേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ക്യാപ്സിക്കം ചേർക്കണം. ക്യാപ്സിക്കം ചേർത്താൽ
സെഷ്വാൻ സോസിന് ശരിക്കും ബേസിക്കലി കുറച്ച് എരിവുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് പച്ചമുളക് ചേർക്കുമ്പോഴത്തേന് അതനുസരിച്ച് ചേർക്കണം. ഞാനൊരു സ്ട്രെയിറ്റ് ഹാഫ്, അതായത് ഒരു 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. അത് ഇനിയിപ്പോൾ അഥവാ എരിവ് വേണം തോന്നുവാന്നേൽ ഒരു 2 കൂടെ അരിഞ്ഞിട്ടു. ആ സോസ് എല്ലാം ചേർത്തതിന് ശേഷമാണേ. ഇതിനകത്തോട്ട് നെക്സ്റ്റ് നമ്മൾ ചേർക്കാനുള്ളത് ക്യാബേജാണ്. ഈ ക്യാബേജും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുള്ള പച്ചക്കറി മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനിയാന്നു ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇത്രയത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ്. അതായത് സോസിനകത്ത് ഉപ്പുണ്ട്. നമ്മൾ 2 സോസ് ചേർക്കുന്നുണ്ട്. ഒന്ന് സോയാ സോസും ചേർക്കുന്നുണ്ട്, ഒന്ന് സെഷ്വാൻ സോസും ഉണ്ട്. 2നും ഉപ്പുണ്ട്. അതുകൊണ്ട് ഇതിന് ചേരേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ അന്നേരം ചോറാന്നേലും ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അന്നേരം പിന്നെ എല്ലാം കൂടെ ഉപ്പ് പിന്നെ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇതൊന്ന് ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ സെഷ്വാൻ സോസ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. സോസിന് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല. ചോറ് എന്തോരം ഉണ്ടോ നോക്കിയേച്ചൊക്കെ വേണം ഇത് ചേർക്കാനായിട്ട്. എൻ്റെ ഒരു വലിയ ബൗൾ നിറച്ച് ചോറിരിക്കുക. അന്നേരം ഞാനൊരു 3-4 ടീസ്പൂൺ അങ്ങ് ചേർക്കുക. ഇത് എരിവുള്ള കൂട്ടത്തിലുള്ളതാ. ഈ സോസ് നല്ലതായിട്ട് ആ വെജിറ്റബിളിലൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചോറ് ചേർക്കാം. ചോറ് എന്നാ ചെയ്തേക്കുന്നതെന്നറിയാവോ? ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിച്ചേച്ച് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ബിരിയാണിക്കകത്ത് ഇടുന്ന പോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ചോറ് മാത്രം എപ്പോഴും ഒട്ടാത്ത, നമുക്ക് ഗ്യാരണ്ടി ഉള്ള ചോറ് മാത്രമേ അരിയെ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ സാധാരണ ഈ പറഞ്ഞ കൂട്ട് സെഷ്വാൻ ഫ്രൈഡ് റൈസിനകത്തൊക്കെ കുഞ്ഞ് ജീരക അരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് കൈവാക്ക് ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ അരി ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമേലായി കഴിഞ്ഞാൽ തീ നല്ലതായിട്ട് കുറച്ച് വെച്ച് നമുക്ക് ചോറ് ചെയ്യാം. ഇതിനകത്തോട്ട് ഒരു നുള്ള സോയാ സോസും വിനീഗറും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആട്ടോ. സോസ് എല്ലാം ഇച്ചിരി ചേർത്ത് നോക്കിയേച്ചാൽ നമുക്ക് വേണമെന്ന് തോന്നുവാന്നേൽ ഹൈ ഫ്ലെയിമേ തന്നെ വെച്ചേച്ച് ഒന്നുകൂടെ അങ്ങ് ചേർത്തേച്ചാൽ മതിയേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക്, ഒരു ഹാഫ് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാണേ, അതൊരു ഹാഫ് പോർഷൻ ഇതിനകത്തോട്ട് ചേർക്കണം. ഈ ഹൈ ഫ്ലെയിമേ വെച്ചിട്ട് കുറച്ച് ധാരാളം നമ്മുടെ ഉള്ളിത്താണ്ട് അങ്ങോട്ട് ഇട്ടേച്ച് നല്ല ചൂടാവുകയല്ലേ, അതിൻ്റെ അടിവശം അങ്ങോട്ട് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇനി ഇളക്കരുത്. ഈ ചൂടോടുകൂടി തന്നെ ഇതങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സെഷ്വാൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അഥവാ നമുക്ക് സെഷ്വാൻ്റെ സോസ് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ? അതിനും ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ മാറ്റിയാലേ അതിനുള്ളത് വെക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ തമ്മിൽ ഇച്ചിരി പിണക്കൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് പറയാം, ഞാൻ ഇടയിൽ പറഞ്ഞായിരുന്നല്ലോ സെഷ്വാൻ സോസ് നമുക്ക് കടയിൽ പോയാലും മേടിക്കാൻ കിട്ടുമെന്ന്. ശരിയാ, കിട്ടുമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലായിടത്തും ഒന്നും അത് എല്ലാ സ്റ്റോഴ്സിലും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ കറി ഉണ്ടാക്കാതിരിക്കാൻ ഒക്കത്തുമില്ല. അത് നമ്മുടെ ആ സെഷ്വാൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതാണ് എന്ന് പറഞ്ഞ് ആനീസ് കിച്ചൻ തുടങ്ങിയേച്ച് ഞാൻ പോയി കടയിൽ പോയി മേടിക്കാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ സെഷ്വാൻ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഒലീവ് ഓയിൽ വേണം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. വെളുത്തുള്ളിയും ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്, പക്ഷേ ഇച്ചിരി കൂടുതൽ വേണം. ഇതെന്നാന്നോ നമ്മുടെ വറ്റൽമുളക് ഇല്ലയോ, വറ്റൽമുളക് തലേന്ന് വെള്ളത്തിൽ ഇട്ടേച്ച് അരച്ചെടുക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വിനീഗർ,
പിന്നെ വേണ്ടിയത് ഒന്നെങ്കിൽ എരിവുള്ള കുരുമുളക് പൊടി, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി സോയാ സോസ്, പിന്നെ ആണെങ്കിൽ ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനമേ നമുക്ക് സെഷ്വാൻ സോസിന് വേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ ഈ സെഷ്വാൻ സോസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുകയെന്ന് തന്നെ വെച്ചോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം ഫ്രിഡ്ജിൽ വെക്കുക. അതായത് തണുത്തതിന് ശേഷം കേട്ടോ, അല്ലാതെ ഉണ്ടാക്കി ഉടനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം എന്നാന്ന് വെച്ചാൽ അതും കുറച്ചേ ഉണ്ടാക്കാവുള്ളൂ. നമ്മൾ ഈ വെളിയിൽ കിട്ടുന്ന കൂട്ടൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഒരു ഇച്ചിരി ഉണ്ടാക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങാനും ചീത്തയായി പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമാവുമല്ലേ. അത്രയും സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേച്ചേ ഉള്ളതെല്ലാം ചീത്തയാക്കി കളയുന്നതൊന്നും നല്ലതല്ലല്ലോ. ഇനി നമ്മൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ. ഒലീവ് ഓയിൽ ആന്നു ശരിക്കും ഒഴിക്കുന്നേ, അതില്ല നമ്മുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആദ്യം വെളുത്തുള്ളി ഇടുക. ഇതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി നിറച്ചിട്ടത്, അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി, ഇത് രണ്ടും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാന്നറിയാം അടുത്തത് നമ്മൾ ഈ വറ്റൽമുളക് അരച്ചു വെച്ചിട്ടില്ലേ അത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 7-8 വറ്റൽമുളക് എടുത്തേക്കുന്നു. നമ്മൾ വറ്റൽമുളകിനാന്നേലും ഒരു വേവും ചെയ്തിട്ടില്ല, ഇത് തലേന്നേ വെള്ളത്തിലിട്ട് അരച്ചെടുത്തേക്കുന്ന. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഈ വറ്റൽമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഒരു വേവില്ലേ, ആ ഒരു വേവ് ഈ വറ്റൽമുളകിന് കിട്ടണേ. എന്നാൽ വറ്റൽമുളകിൻ്റെ ആ ഒരു മൂപ്പ് വെന്ത് കിട്ടുകയും വേണം, എന്നാൽ എണ്ണ തെളിയുകയും വേണ്ടേ. അതിനാണ് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ആ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ എന്നാ ചെയ്യണം എന്നറിയാം, ഉള്ള കാര്യം പറയാവേ. ചെറിയ സിമ്മേ വെച്ചാൽ മതി. അതായത് നമ്മൾ ധൃതി കൂട്ടുവാന്നേൽ ആ മുളകാന്നേൽ വേവത്തുമില്ല, പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞേച്ച് ഈ പറഞ്ഞ കൂട്ട് എണ്ണയെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞു വരും. അന്നേരം ആ ഒരു എന്താ പറയുക, എല്ലാത്തിൻ്റെ ഒരു റോ ടേസ്റ്റ് ഇല്ല, എന്നാ പറയുക, വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. സെഷ്വാൻ സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലേ ചെയ്യാവുള്ളൂ. ഞാൻ ഒഴിച്ചേ ആ വെള്ളമാന്നേലും അതും എല്ലാം അങ്ങ് വറ്റിയേ. ഇനി ഈ എരിവിനെ ഒന്ന് പിടിക്കണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളെന്നല്ല ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാരയും ആ തീയിൽ കിടന്നേച്ച് ഒന്ന് കാരമലൈസ് ആകുമ്പോഴേ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ വിനാഗിരി ഒഴിക്കുക. തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ചാൽ വിനീഗർ ഒഴിച്ചു. അത് കഴിഞ്ഞേച്ച് വൈറ്റ് പെപ്പറാന്ന് ഫസ്റ്റ് പ്രിഫറൻസ് തരുന്നത്. ഇതിപ്പോൾ എൻ്റെ ഈ എന്നാ പറയുക, നമ്മുടെ സാധാ കുരുമുളക് പൊടിച്ചതാണേ. ഇതാകുന്നതുകൊണ്ട് നമുക്ക് ഏതാ ഫ്രൈഡ് റൈസിൽ ഇടാൻ നോക്കും. അതുകൊണ്ട് ഒരു നുള്ള്. ഇതിപ്പോൾ ഞാൻ ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ലേ. ഇതും കൂടെ ചേർത്തിട്ട് ഒരു ഇച്ചിരി സോയാ സോസ്, ഇതിനകത്തോട്ട് ഒരു ഇപ്പം നമുക്കിത് കണ്ടിട്ട് ഒരു സോസ് എഫക്റ്റ് ഒന്നും തോന്നുന്നില്ലേ, അന്നേരം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടേച്ച് അതിൻ്റെ സൈഡിനകത്ത് കംപ്ലീറ്റ് ആ എണ്ണയൊക്കെ ഒന്ന് വെളി വരണം. എന്നാലേ ആ കംപ്ലീറ്റ് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റും അതിനകത്ത് ആ വെന്ത് ആ എണ്ണ തെളിയണം. അതാണ് നമ്മുടെ സോസ്. പിന്നെ സോസിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ചേർത്താൽ മതി, കൂടുതൽ ഒന്നും ചെയ്യണ്ട. ഇനി ഇത് കുറച്ച് നേരം സിമ്മിൽ വേണം ഇരുന്നേച്ചാൽ അതിൻ്റെ എണ്ണ തെളിയാൻ തീ കൂട്ടണ്ട. സോസ് വേവണം. സോസ് വേവുന്നത് എങ്ങനെയാണെന്നറിയാലോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞേച്ചേ ഒക്കത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സോസ് വേവാനൊരു സമയം കൊടുക്കാം, അല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല.
ഇത് അവിടെ ആയിട്ട് നമുക്ക് വിത്ത് ഫ്രൈഡ് റൈസ് നമുക്ക് വിളമ്പുകയും ചെയ്യാം. സെഷ്വൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഞാൻ സോസൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ വെച്ചേക്കുന്ന കോളിഫ്ലവറാണ്. ഇതിന് ഒരു കോമ്പിനേഷനും കോളിഫ്ലവറിനില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു എളുപ്പമായിട്ടൊരു കാര്യം എന്നാ നമ്മുടെ വീട്ടിൽ പനീറാണെങ്കിൽ അത് വെച്ചോ,